യോ ഗായ്സ്, ഇന്ന് ഞാൻ ഹെൽത്ത് പാരഡൈസ് സീസൺ 2 അഞ്ചാമത്തെ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ കൂടി ഓണാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ ഒന്ന് ഹൈപ്പും കൂടി ചെയ്തേക്കാം. അതുകൂടാതെ തന്നെ ഞാനൊരു പുതിയ ഡിസ്കോഡ് സെർവർ തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടുള്ള ചാനലിൻ്റെ അപ്ഡേറ്റ്സും അടുത്ത ആനിമി ഏത് എക്സ്പ്ലെയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും ഡിബേറ്റ്സും ഒക്കെ നമുക്കിനി അതിൽ ഡിസ്കസ് ചെയ്യാം. അങ്ങനെ നമുക്ക് നല്ലൊരു ആനിമി കമ്മ്യൂണിറ്റി ആയിട്ട് വളരാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ അവിടെ നിന്നും എസ്കേപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്ത അവർ 2 ഗ്രൂപ്പായി തിരിച്ച് തന്നെ കാര്യങ്ങൾ നീക്കാൻ തീരുമാനിക്കുന്നു. ശേഷം മേയുടെ ഹെൽപ്പോടെ ആ കാസിലിനെ പറ്റി ഫൂച്ചി വിശദീകരിക്കുന്നു. ഹൊറൈ ഒരു വലിയ കാസിലാണ്. അത് അക്കാലത്ത് ജീവിച്ച ഫസ്റ്റ് എംബറിനെ എലിക്സർ ക്രിയേറ്റ് ചെയ്ത ശേഷം വെൽക്കം ചെയ്യാനായി ഗ്രാൻഡ് മാസ്റ്റർ ഷീഫു പണിതായിരുന്നു. പക്ഷെ ഇങ്ങോട്ട് വരുന്നതിലും ഡേഞ്ചറാണ് ഇവിടെ നിന്ന് പോകുന്നത്. കാരണം വെള്ളത്തിന്റെ അടിയിലായി ഒരുപാട് മോൺസ്റ്റേഴ്സ് ഉണ്ടെന്ന് അവൻ പറയുന്നു. പക്ഷെ യൂസരിക അവർ ടെൻസന്റെ അത്രയും ഡേഞ്ചർ അല്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ വെള്ളത്തിലൊരു ചെറിയ ബോട്ടിലിരുന്ന് നമുക്ക് അതിനോട് ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് തമിയ പറയുന്നു. പക്ഷെ ഫൂച്ചി നമ്മുടെ മെയിൻ ഗോള് ഈ ഐലൻഡിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ്. അതിനാൽ നമ്മൾ ടെൻഷൻ അറിയാതെ അവരുടെ അടുത്ത് നിന്ന് എലിക്സർ മോഷ്ടിച്ചുകൊണ്ട് ബോട്ടിൽ കയറി ഇവിടെ നിന്ന് രക്ഷപ്പെടണം. എന്തെന്നാൽ കാസിലിന്റെ അടിയിലായി ഒരു സീക്രട്ട് വഴിയുണ്ട്. അതിലൂടെ പോകുന്നവരെ ഈ മോൺസ്റ്റേഴ്സ് അറ്റാക്ക് ചെയ്യില്ല. പക്ഷേ ഈ എലിക്സർ എവിടെയാണ് ഇരിക്കുന്നതെന്ന് സഗരി ചോദിച്ചപ്പോൾ മെയ് അത് ചിലപ്പോൾ താനും റെയിനും യൂസ് ചെയ്തിരുന്ന റിസർച്ച് ലാബിലായിരിക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഷിയോൺ എങ്ങനെയാണ് ചാരന്മാർ താവോ അവരുടെ ജോലിക്കായി യൂസ് ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്കും കൂടി പെട്ടെന്ന് പഠിപ്പിച്ചു തരുമോ എന്ന് ഗബിമാറുവിനോടും യൂസരികയോടും ചോദിക്കുന്നു. അങ്ങനെ യൂസരിക മരിച്ചുപോയ സെന്റെ യൂസ് ചെയ്തിരുന്ന കണ്ണടയൊക്കെ എടുത്തു വെച്ച് അവരെ എങ്ങനെയാണ് സ്വന്തം താവോയെ സപ്രസ് ചെയ്ത് അവിടെ നിന്ന് വാനിഷ് ആവുമെന്ന് പഠിപ്പിക്കുന്നു. കൂടാതെ താനിത് ടെൻസന്റെ അടുത്തും യൂസ് ചെയ്ത് വർക്കായ ടെക്നിക്കായിരുന്നെന്നും അവൾ പറയുന്നു. അങ്ങനെ അവരോട് നന്നായി ബ്രീത്ത് ചെയ്ത് ഫോക്കസ് ചെയ്യാൻ പറയുന്നു. ശേഷം ഗബിമാറു താവോ എങ്ങനെ ഫിസിക്കലായി യൂസ് ചെയ്യാമെന്നും അവരെ പഠിപ്പിക്കുന്നു. അതിനാദ്യം നിങ്ങളുടെ കഴുത്ത് ഇതുപോലെ ഡിസ്ലൊക്കേറ്റ് ചെയ്യണം. ഇത് കണ്ട് അവരെല്ലാം ഞെട്ടുന്നു. അങ്ങനെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് അവർ ക്ഷീണിച്ചിരുന്നപ്പോൾ ഷിയോൺ വന്ന് അവരുടെ താവയുടെ ടൈപ്പ് അനുസരിച്ച് ഒരു കളം വരച്ച് അതിൽ നിർത്തുന്നു. തമിയെയും ഗബിമാറുവിനെയും ഫയർ എന്നെഴുതിയ കളത്തിലും യൂസരികയും തോമയും എർത്ത് എന്ന കളത്തിലും ഫൂച്ചി മെറ്റൽ എന്ന കളത്തിലും മെയ്യും നുർഗയും വാട്ടർ എന്ന കളത്തിലും അവസാനം സഗരിയും ഷിയോണും വുഡ് എന്ന കളത്തിലും നിർത്തുന്നു. അങ്ങനെ ഇവയൊക്കെയാണ് അവരുടെ താവയുടെ ആട്രിബ്യൂട്ട്സ് എന്ന് ഷിയോൺ പറയുന്നു. കൂടാതെ ടെൻഷനെ നമ്മൾ നേരിടേണ്ടതിന് ഇത് മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം ഈ ആട്രിബ്യൂട്ട്സ് എല്ലാം പരസ്പരം ഇൻഫ്ലുവൻസ് ചെയ്യും. അതായത് റീസ്റ്റോറേഷൻ ആൻഡ് ഹിൻഡറിങ്, ഈ 2 തരത്തിലാണ് അവ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഒരാളുടെ താവ് ഇൻക്രീസ് ആക്കുന്നതാണ് റീസ്റ്റോറേഷൻ, അതുപോലെ തന്നെ ഡിക്രീസ് ചെയ്യുന്നതാണ് ഹിൻഡറിങ്. പക്ഷേ ടെൻസന്റെ ആട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്ന് യൂസരിക ചോദിച്ചപ്പോൾ മെയ് അത് തനിക്കറിയാമെന്ന് പറയുന്നു. ജൂഫിയുടെ ഫയർ ആണ്, താഫിയുടെ വുഡ് ആണ്, ഷൂജിന്റെയും റാൻഡിയുടെയും വാട്ടർ, ഗുയിഫയുടെ മെറ്റൽ, അവസാനം മൂതാന്റെ റെയിന്റെയും എർത്ത്. അങ്ങനെ ഷിയോൺ നിങ്ങളുടെ താവോ അവരുടെ താവോയെ ഹിൻഡർ ചെയ്താലേ നിങ്ങളുടെ അറ്റാക്ക് എഫക്റ്റീവ് ആവൂ. പക്ഷേ അതിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ തോൽപ്പിക്കാൻ സാധിക്കില്ല. ഉടനെ തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോളണം എന്ന് ഷിയോൺ ഓർപ്പിക്കുന്നു. ശേഷം അവരുടെ താവയുടെ കോമ്പാറ്റിബിലിറ്റി യൂസ് ചെയ്ത് സെക്യൂർ ആയിട്ടുള്ള എസ്കേപ്പ് റൂട്ട് കണ്ടുപിടിക്കാൻ ഒരു ഗ്രൂപ്പും അതുപോലെ എലിക്സർ കണ്ടുപിടിക്കാൻ വേറൊരു ഗ്രൂപ്പും അവർ നിയമിക്കുന്നു. സ്പീഡും ചാരന്മാരുടെ ജോലി നന്നായി അറിയുന്ന ഗബിമാറുവിനെയും യൂസരികയും പിന്നെ താവോ നന്നായി യൂസ് ചെയ്യാൻ അറിയുന്ന മെയ്യെയും സഗരിയെയും ഷിയോൺ എലിക്സർ കണ്ടുപിടിക്കാനായി നിയമിക്കുന്നു. പക്ഷേ യൂസരിയയ്ക്ക് അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഷിയോൺ ബാക്കിയുള്ളവരെ എസ്കേപ്പ് റൂട്ട് കണ്ടുപിടിക്കാനായും നിയമിക്കുന്നു. അപ്പോഴേക്കും നുർഗായി വന്ന് ഷിയോണെ വിളിച്ച് അവളെ അയാൾ പ്രൊട്ടക്ട് ചെയ്യുമെന്നുള്ള പ്രോമിസിനെ കുറിച്ച് ഓർപ്പിക്കുന്നു. എന്നാൽ ഷിയോൺ താനത് മറന്നിട്ടില്ല എന്ന് അവളോട് പറയുന്നു. ശേഷം തമിയ മേയ്ക്കും ഈ ഐലൻഡ് വിട്ട് പോകണമല്ലേ എന്ന് ചോദിക്കുന്നു. അവൾ അതേ എന്ന് പറയുന്നു. പക്ഷെ അവൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളെ നോക്കി നിൽക്കാതെ അവൾ തന്നെ രക്ഷപ്പെട്ടോട്ടെ എന്ന് തമിയ പറയുന്നു. പക്ഷെ ഗബിമാറു അവൾക്ക് ശരിക്കും ഈ ഐലൻഡിൽ നിന്ന് രക്ഷപ്പെടണോ എന്ന് ചോദിക്കുന്നു. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അവൾക്ക് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കുന്നു. കാരണം മെയ്ക്ക് അങ്ങനെ പോകണമായിരുന്നെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അവൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാമായിരുന്നു. അവസാനം മെയ് അതിൻ്റെ റീസൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പക്ഷെ ഫൂച്ചി അവളെ ഹെൽപ്പ് ചെയ്യാനായി വന്നപ്പോൾ അവൾ അവനെ തടയുന്നു. ശേഷം അവൾ തന്നെ പറയാൻ ശ്രമിക്കുന്നു. എനിക്കിവിടെയുള്ളവരെല്ലാം പേടിയാണ്. പക്ഷെ പോകുന്നതിന് മുന്നേ എനിക്ക് റീനയും ഗ്രാൻഡ് മാസ്റ്റർ ഷീഫുവിനെയും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കാണണം. എന്നിട്ട് എന്തിനാണ് അവർ മാറിയതെന്ന് ചോദിക്കണം. കാരണം അവർ പണ്ട് വളരെ നല്ല വ്യക്തികളായിരുന്നു എന്ന് അവൾ ഓർക്കുന്നു. ശേഷം അവൾക്ക് ഈ ഐലൻഡിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു നോർമൽ ലൈഫ് ജീവിക്കണമെന്ന് അവൾ പറയുന്നു. അപ്പോൾ ഗബിമാറുവിന് അവൻ്റെ വൈഫിനെ ഓർമ്മ വന്ന് മേയുടെ ആ ആഗ്രഹത്തെ താൻ നിറവേറ്റുമെന്ന് അവൾക്ക് പ്രോമിസ് ചെയ്യുന്നു. അങ്ങനെ അവിടുന്ന് കട്ട് ചെയ്ത് ടെൻസൻസിൻ്റെ ഒരു റിച്വൽ കാണിക്കുന്നു. അവിടെ ചോബയും ഉണ്ടായിരുന്നു. അങ്ങനെ ചോബയോട് പുതിയതായി ആര് കാസിൽ വന്നാലും ഈ റിച്വൽ നടത്താറുണ്ടെന്ന് തൗഫ പറഞ്ഞ് അവളെ അവന് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഒരുങ്ങവേ ജൂഫ വന്ന് അവനൊരു ഔട്ട്സൈഡറാണ്, ഇവറ്റകളോടൊന്നും നമ്മളെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേൾക്കേണ്ട താമസം ചോബെ അവരുമായി അറ്റാക്കിന് പോകുന്നു. പക്ഷെ ഇത്തവണ ചോബയ്ക്ക് അവൻ്റെ പവർ ഇൻക്രീസ് ചെയ്തതായി മനസ്സിലാകുന്നു. ശേഷം റെയിൻ വന്ന് അയാളെ തടഞ്ഞ് അവൻ എൻ്റെ ടെസ്റ്റ് സബ്ജക്റ്റാണ്, പോരാത്തതിന് എൻ്റെ അതിഥി കൂടിയാണ്, അതിനാൽ അവനെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് അയാൾ പറയുന്നു. ശേഷം റെയിൻ ചോബയും കൂട്ടി അയാളുടെ റിസർച്ച് ലാബിലേക്ക് പോകുന്നു. അങ്ങനെ പോകവേ റെയിൻ ആ ബിൽഡിംഗ് സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ വിശദീകരിക്കുന്നു. എന്നാൽ ചോബയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷെ അവൻ്റെ പവറിനോട് താൻ പതിയെ അഡാപ്റ്റായി വരുന്നുണ്ടെന്ന് ചോബ തിരിച്ചറിയുന്നു. എന്നിരുന്നാലും റെയിൻ്റെ ഒപ്പം എത്താൻ തനിക്ക് കഴിയില്ല എന്നും അവൻ മനസ്സിലാക്കുന്നു. അങ്ങനെ അവരുടെ വീക്ക്നെസ്സിനെ കുറിച്ച് താൻ പഠിക്കേണ്ടിയിരിക്കുന്നു എന്ന് അവൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവൻ റിസർച്ച് ലാബിലെത്തുന്നു.
അവിടെ വെച്ച് അവൻ ബാങ്ക് എന്ന വലിയൊരു വൈത്താൻഹുവ ഫ്ലവർ കാണുന്നു. ഹ്യൂമൻസിൻ്റെ താവോ കൺസ്യൂം ചെയ്തൊരു ഫ്ലവർ ആക്കി മാറ്റിയതാണത്. അതിനെയാണ് ഈ ടാൻ എന്ന് വിളിക്കുന്നത്. ബാങ്കോ എന്ന ഈ ഫ്ലവർ വളരെ ലാർജ് എമൗണ്ടിൽ താവോ മനുഷ്യരിൽ നിന്നും കൺസ്യൂം ചെയ്യും. പക്ഷേ അതിനുശേഷം അവ പെട്ടെന്ന് തന്നെ വാടിപ്പോകും. അതുകൊണ്ടാണ് ചോബയുടെ ഈ റെയർ താവോ പരീക്ഷിക്കാൻ അവനെ താൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് റെയിൻ പറയുന്നു. ഇത് കേട്ട് ചോബ ഞെട്ടുന്നു. പക്ഷേ റെയിൻ താൻ അവനെ കൊല്ലില്ല. പകരം അവന് കുറച്ച് ബോഡി പാർട്സ് മാത്രം കിട്ടിയാൽ മതിയെന്ന് പറയുന്നു. ശേഷം രാത്രിയായപ്പോൾ ഗബിമാറും സഗരിയും യൂസരിയും മെയ്യും കാസിലേക്ക് കിടക്കുന്നു. അതിന് കാരണം അതിനു മുന്നേ അവർ പ്ലാൻ ഇട്ടപ്പോൾ രാത്രിയിൽ ഫ്ലവർ ക്ലോസ് ആയതിനാൽ താവോ വീക്കസ്റ്റ് ആയിരിക്കുമെന്ന് മെയ് പറഞ്ഞതുകൊണ്ടാണ്. പക്ഷേ ഷിയോൺ ഷൂഗനെ ഗ്രൂപ്പ് നമ്മളെ കാണുന്നതിന് മുന്നേ ഇത് കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറയുന്നു. അങ്ങനെ ഗബിമാറു അവരാദ്യം പോയി അവർക്ക് സിഗ്നൽ തരാമെന്ന് പറയുന്നു. അങ്ങനെ ഗബിമാറു റെഡ് ഫ്ലെയിം ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണമെന്നും മറിച്ച് ബ്ലൂ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യണമെന്നുമായിരുന്നു അത്. അങ്ങനെ അവൻ്റെ സിഗ്നൽ കണ്ട് ബാക്കിയുള്ളവർ പുറപ്പെടുന്നു. അങ്ങനെ ഗബിമാറു ഇന്ന് രാത്രി തന്നെ നമ്മൾ ഈ ഐലൻഡ് കടന്നിരിക്കുമെന്ന് പറയുന്നു. അതിനു മുന്നേ ഹോറി എന്ന കാസിലിൻ്റെ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയറിനെ കുറിച്ച് മെയ്യും ഫൂച്ചിയും ചേർന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എക്സ്റ്റീരിയറിൽ ഉണ്ടായിരുന്ന മൂതാനെ നമ്മൾ ഓൾറെഡി തോൽപ്പിച്ചു. പക്ഷേ ഇൻറ്റീരിയറിൽ തന്നെ ഒരുപാട് പാലസസ് ഉണ്ടെന്ന് മെയ് പറയുന്നു. അതെല്ലാം അവരുടെ ട്രെയിനിങ്ങിനായിട്ടുള്ളതായിരുന്നു. ആദ്യത്തേത് ബോച്ചു പാലസ്. അവിടെ ജൂഫിയും തൗഫിയും ഇന്റർ കോഴ്സിലൂടെ ഇമ്മോർട്ടാലിറ്റി വരിക്കാൻ പ്രാക്ടീസ് ചെയ്യുന്നു. രണ്ടാമത്തെ തൈസോക്കു പാലസ്. അവിടെ ഷൂജിൻ ബ്രീത്തിങ് ടെക്നിക്സിലൂടെ ഇമ്മോർട്ടാലിറ്റി വരിക്കാൻ പ്രാക്ടീസ് ചെയ്യുന്നു. ഡൂവിൻ പാലസ് റാൻഡിയുടെ ഫിസിക്കൽ എക്സസൈസിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഷൂറ്റ്സു പാലസ് ഗുയിഫയ്ക്ക് മെഡിറ്റേഷനും വേണ്ടിയാണ്. ഷൂതൻ പാലസിൽ മൂതാൻ താവോയുടെ പ്രഷർ പോയിന്റ്സിലും ഓർഗൻസിലും കോൺസെൻട്രേറ്റ് ചെയ്ത് ഇമ്മോർട്ടാലിറ്റി വരിക്കാൻ പ്രാക്ടീസ് ചെയ്യുന്നു. അതായത് അവരെല്ലാം അവരുടേതായ രീതിയിൽ റിസർച്ച് ചെയ്യുകയാണ്. കൂടാതെ ഇവരെല്ലാം ഈ ഫൈൻഡിങ്സ് പരസ്പരം ഷെയർ ചെയ്യാറുമുണ്ടെന്ന് മെയ് പറയുന്നു. പക്ഷേ എലിക്സർ ഇരിക്കുന്നത് റെയിൻ്റെ ലാബിലാണ്. രാത്രിയിൽ വൈത്താഹോ ഫ്ലവർ ക്ലോസ് ആവുന്നതുകൊണ്ട് അയാൾ അപ്പോൾ മെയിൻ പാലസിലായിരിക്കും, അതായത് ഗ്രാൻഡ് മാസ്റ്റർ ഷീഫുവിൻ്റെ പാലസിൽ. പക്ഷേ പ്രധാന കാര്യം ആരും ടെൻഷനുമായി ഫൈറ്റ് ചെയ്യാൻ നിൽക്കരുത് എന്ന് ഗബിമാർ ഓർമ്മിപ്പിക്കുന്നു. കാരണം അങ്ങനെ നടന്നാൽ നമ്മുടെ പ്ലാൻ എല്ലാം ഫെയിൽ ആകുമെന്ന് പറയുന്നു. പക്ഷെ രാത്രിയിലാണെങ്കിൽ നമുക്ക് ഒന്നും കാണാൻ സാധിക്കില്ലല്ലോ, പിന്നെ എന്ത് ചെയ്യുമെന്ന് തോമ ചോദിച്ചപ്പോൾ ഷിയോൺ അതിനു വേണ്ടി തന്നെയാണ് ഗബിമാറു ഈ ടീമിനെ സെറ്റ് ചെയ്തതെന്ന് പറയുന്നു. അതായത് നമ്മൾ കണ്ണിന് പകരം താവ് സെൻസ് ചെയ്തായിരിക്കും പോകുന്നത്. അങ്ങനെ ഗബിമാറുവും മെയ്യും അവരുടെ താവ് യൂസ് ചെയ്ത് ആ പാലസ് മുഴുവൻ നോക്കുന്നു. പക്ഷെ അവിടെയുള്ള ഒരുപാട് ഡെഡ് ബോഡീസ് കണ്ട് സഗരി ഞെട്ടുന്നു. പക്ഷെ ഗബിമാറും യൂസരിയും വളരെ കാമായി നിൽക്കുന്നത് കണ്ട് ഇങ്ങനെയാണ് ട്രൂ ഷിനോബീസ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ യൂസരിക പഠിപ്പിച്ച താവയും മറിക്കുന്ന ടെക്നിക്സ് യൂസ് ചെയ്യുന്നു. അതുമൂലം ആ സെക്യൂരിറ്റീസിന് അവരെ സെൻസ് ചെയ്യാൻ കഴിയാതെ അവിടെയുള്ളവരെ എല്ലാം ബീറ്റ് ചെയ്യുന്നു. അങ്ങനെ അവർ ഉടനെ തന്നെ ഐലൻഡ് വിടുമെന്ന് സഗരി വിചാരിക്കുന്നു. ശേഷം ആ ഡോറ് തുറന്ന് അവർ അകത്തേക്ക് കയറിയതും പെട്ടെന്ന് ഒരുപാട് താവോ അങ്ങോട്ടേക്ക് വന്നു കൂടുന്നു. അങ്ങനെ റാൻ എന്ന ടെൻഷൻ മെമ്പർ അവരുടെ മുന്നിലേക്ക് എത്തുന്നു. അയാളും താവോയെ സപ്രസ് ചെയ്ത് അവർ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ശേഷം ചോബയാണ് അവർ ഒറ്റിക്കൊടുത്തതെന്ന് അയാൾ പറയുന്നു. അവരും ചോബയെ പോലെ എക്സെപ്ഷണൽ താവ് ഉള്ളവരായതിനാൽ അവരെ ക്യാപ്ചർ ചെയ്യാൻ റെയിൻ ഉത്തരവിടുന്നു. പക്ഷേ ചോബയെ അവരുമായി വേറൊരു ഡീൽ വെക്കുന്നു. ശേഷം അയാൾ താൻ അവരെ വെച്ച് ഹെക്കിജി ഫുകുഷോ എന്ന റിച്വൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെന്ന് പറയുന്നു. അതായത് നിങ്ങളുടെ ഹൈ ക്വാളിറ്റി താവോ ആട്രിബ്യൂട്ട്സ് എടുത്ത് ഗ്രാൻഡ് മാസ്റ്ററിന് സമർപ്പിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. ഇതേസമയം ബാക്കിയുള്ളവരെയും ടെൻഷൻസ് നേരിടുന്നു. അങ്ങനെ അവരെ ഓരോന്നായി ഞങ്ങൾ തീർക്കാൻ പോവുകയാണെന്ന് പറയുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഇവിടെ വെച്ച് ഉപേക്ഷിച്ചുകൊള്ളാൻ അയാൾ പറയുന്നു. അപ്പോഴേക്കും ഗബിമാറു ടെൻഷനോട് ഫൈറ്റ് ചെയ്യാൻ നിൽക്കരുത് എന്ന് പറഞ്ഞ കാര്യം ഓർക്കുന്നു. അങ്ങനെ സഗരി ഇനി എന്ത് ചെയ്യുമെന്ന് അവനോട് ചോദിച്ചപ്പോൾ ഗബിമാറു എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എപ്പിസോഡ് 5 അവസാനിച്ചു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നമ്മുടെ ഡിസ്കോഡ് സെർവറിൻ്റെ കാര്യവും മറക്കണ്ട. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീഡിയോയെ പറ്റി നിങ്ങളുടെ കമൻറ്റുകൾ താഴെ ഇടുക. അടുത്ത വീഡിയോയുമായി ഉടനെ വരാം. അതുവരേക്കും ടേക്ക് കെയർ.